സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സംഭവിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോഡിക്ക് അതുപോലെ BJPക്ക് വളരെ പെട്ടെന്ന് ജയിച്ച് കയറാമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പോഴത്തെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നീക്കത്തോട് കൂടിയിട്ട് നമ്മുടെ കോടതി അദ്ദേഹത്തിന് ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഡിയുടെ ക്യാമ്പിൽ അല്ലെങ്കിൽ BJP ക്യാമ്പിൽ ഒരു വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുകയാണ്. ശക്തമായിട്ട് മോദിയുടെ ഒരു പ്രചാരണ രീതി നോക്കിക്കഴിഞ്ഞാൽ ആളുകളെ കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളതാണ്. അത്ര ഒരു കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലേക്ക് തന്നെ ഉള്ളൊരു പ്രചാരണ രീതി തന്നെയാണ് നമ്മുടെ അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരു 50 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് ജയിക്കുമെന്ന് തോന്നുന്ന ഒരു മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇനി ഒരു 259 മണ്ഡലങ്ങളിൽ ഇനി ഇലക്ഷൻ നടക്കാനുണ്ട്. ആ 259 മണ്ഡലങ്ങളിലും ഒരല്പ ഭയം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന് പോയി പ്രസംഗിക്കാൻ കഴിയുമെന്നതാണ്. ആദ്യത്തെ പ്രസംഗം തന്നെ ഇന്ത്യ മുഴുവൻ വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗത്തിലെ ചില വാക്കുകളൊക്കെ വളരെ ശക്തവും വളരെ സൗന്ദര്യമുള്ളതാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ ജനാധിപത്യത്തെ ജയിൽ അടച്ചു കഴിഞ്ഞാൽ ജനാധിപത്യം ജയിലിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജനാധിപത്യത്തിന്റെ വക്താവാണ് ഞാൻ എന്ന് പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കെജ്രിവാൾ. എന്തായാലും അത് ശക്തമായിട്ടുള്ള ഒരു വാക്ക് തന്നെ ആയിത്തീരുകയും ഇന്ത്യ മുന്നണിക്ക് ഇതുവരെയുള്ള ഊർജത്തിനൊപ്പം ഒരു വലിയ ഊർജം കൂടി കിട്ടുന്ന രീതിയിൽ കെജ്രിവാൾ മാറുമെന്നതിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടങ്ങുന്ന പോലെ അങ്ങനെ തന്നെയാണ്. ആളുകളോട് പറയുന്നുണ്ട്, എന്റേത് അല്ലെങ്കിൽ നമ്മുടേത് ഒരു ചെറിയ പാർട്ടിയാണ്, 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ 2 സംസ്ഥാനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിയെ തകർക്കാൻ വേണ്ടി മോഡിയും BJP കൂട്ടരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അവർക്ക് പ്രശ്നമാണെന്ന് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ജനാധിപത്യവാദികളാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ പ്രസംഗം തുടങ്ങുന്നത്. എന്തായാലും ഈ ഒരു 50 ദിവസത്തെ ഒരു ജയിൽവാസം ഒരു രക്തസാക്ഷിത്വ ഒരു പരിവേഷം അല്ലെങ്കിൽ ഒരു രക്തസാക്ഷി പരിവേഷമൊക്കെ നമ്മുടെ കെജ്രിവാളിന് കിട്ടുന്നുണ്ടായി. എന്തായാലും 50 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത്തരത്തില് ഒരു രാഷ്ട്രീയ പ്രചരണ രീതി അല്ലെങ്കിൽ ഒരു പ്രവർത്തന രീതി മുമ്പ് എങ്ങും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാനമായിട്ടും ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പ്രസംഗത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമതായിട്ട് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതി മുൻപെങ്ങും കണ്ടിട്ടില്ല. നോക്കൂ, ഒരു ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ശേഷം ഇനിയും അറസ്റ്റ് ചെയ്യാൻ ഒരുപാട് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകണം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ശേഷം മോദി വീണ്ടും അധികാരത്തിൽ കഴിഞ്ഞാൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരായിട്ടുള്ള പിണറായി വിജയൻ, MK സ്റ്റാലിൻ, മമതാ ബാനർജി, RJD നേതാവായിട്ടുള്ള തേജസ്വി യാദവ് തുടങ്ങിയ ആളുകളെ മുഴുവൻ ജയിലടക്കാനുള്ള ശ്രമം ഒരുപക്ഷെ മോദി നടത്തുമെന്ന് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്ത്യ കൂട്ടായ്മയോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തുടക്കം മുതൽ NDA ചോദിച്ചത്. ഇന്ത്യ കൂട്ടായ്മയോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി, നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണ്? BJPയുടെ പ്രധാനമന്ത്രി എന്തായാലും മോദി ആയിരിക്കും എന്നുള്ള രീതിയിലാണ് BJP പ്രചാരണം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെയാണ് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് നമ്മുടെ കെജ്രിവാൾ എത്തിയിരിക്കുന്നത്. നോക്കൂ, BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്നത് അമിത്ഷായെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ വർഷം 75 വയസ്സ് തികയും. BJPയുടെ ഒരു നയപരിപാടി നോക്കുകയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞ ആളുകളെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുത്തത്തില്ല. അങ്ങനെയാണെങ്കിൽ മോദിക്ക് എന്ന രീതിയിൽ ചെയ്യുന്ന ഈ വോട്ടുകൾ മുഴുവൻ ഷായെ പ്രധാനമന്ത്രിയാക്കാനാണ് വോട്ട് ചോദിക്കുന്നത്. ഷാ മോദിയുടെ ഗ്യാരണ്ടി നടപ്പിലാക്കുമോ? പ്രായത്തിന്റെ പേരിൽ ഇതിനു മുമ്പ് ഒരുപാട് പേരെ അകറ്റി നിർത്തിയതാണ്. LK അദ്വാനിയെ, മുരളി മനോഹർ ജോഷിയുടെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ അവസാനിപ്പിച്ച ആളാണ് നമ്മുടെ ഈ മോദി. BJPയെ ജയിപ്പിച്ചിട്ടും മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാനെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. രമൺ സിംഗ്, വസുന്ധര രാജെ, മനോഹർ ലാൽ ഖട്ടർ, സുമിത്ര മഹാജൻ എന്നിവരൊക്കെ ഒതുക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയും ജയിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന 2 പേർ മാത്രമായിട്ട് മാറുകയാണ് നമ്മുടെ BJPയില്. അമിത്ഷായും മോദിയും മാത്രമായിട്ട് മാറുകയാണ്. മറ്റുള്ള ചിത്രങ്ങളിലുള്ള ഒരാളെ പോലും നമുക്ക് കാണാനില്ല. ഞാനിപ്പോൾ പറഞ്ഞ ഏത് നേതാവിനെ, അമിത്ഷായെയും അതുപോലെ തന്നെ യോഗി ആദിത്യനാഥിനെയും ഒപ്പം തന്നെ നമ്മുടെ മോദിയുടെ ഒരു പേര് കൂടിയല്ലാതെ വേറെ ഏത് പേരാണ് BJPയുടെ നേതാക്കന്മാർ എന്ന രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റു പേരുകളൊന്നുമില്ല.
കാരണം അങ്ങനെ ഉയർന്നു വരുന്നവരെ മുഴുവൻ ചവിട്ടി താഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഏകാധിപത്യത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും അത്തരം ഏകാധിപത്യത്തെ ഇത്തവണ ഇന്ത്യ മുന്നണിക്കൊപ്പം നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനൊപ്പം തകർത്തെറിയുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനുള്ള സാധ്യതകളെല്ലാം ഉത്തരേന്ത്യയിൽ മെല്ലെ മെല്ലെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നുണ്ട് മുഖ്യമന്ത്രി ആയിട്ടുള്ള നമ്മുടെ യോഗി ആദിത്യനാഥിനെ നീക്കുമെന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. അഴിമതിക്കാരെ BJP എത്തിച്ച് മോദി സ്ഥാനങ്ങൾ നൽകി. എല്ലാ കള്ളന്മാരും ഇപ്പോൾ BJP ചേർന്നു. അതോടെ അവരുടെ കേസുകളൊക്കെ ഇല്ലാണ്ടായി. BJP ഇത്തവണ 230 സീറ്റ് കടക്കില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാള് വെല്ലുവിളിക്കുന്നത്. ജൂൺ 4 മോദി സർക്കാർ തുടച്ചു നീക്കപ്പെടും. ഇന്ത്യ കൂട്ടായ്മ അധികാരത്തിലെത്തും. AAPയുടെ പുതിയ സർക്കാരിന്റെ ഭാഗമാവും. 21 ദിവസം രാജ്യത്ത് സഞ്ചരിക്കാൻ കോടതി അനുവദിച്ചിട്ടുണ്ട്. എന്നെ അവസാന തുള്ളി രക്തവും രാജ്യത്തിനായി ഞാൻ ത്യജിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ആ ഒരു അത്യുജ്വല പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. 140 കോടി ജനങ്ങളുടെ സഹായം എനിക്കതിന് ആവശ്യമുണ്ട്. ഈ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഒന്നിക്കണം. കെജ്രിവാള് ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമ്മുടെ BJPയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന രീതിയിലാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഇടക്കാല ജാമ്യം. എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ തിരിച്ചെടുക്കണം നമ്മുടെ ഓരോരുത്തരെയും ചുമതല എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടതെന്നാൽ. എന്തായാലും ഇനിയുള്ള 259 മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടക്കാനുണ്ട്. അവിടെ മുഴുവൻ ഈ വീരനായകനായിട്ടുള്ള 50 ദിവസം ജയിലിൽ കിടന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കും നമ്മുടെ ഇന്ത്യക്കും ഗുണകരമായി എന്ന് നമുക്ക് വിചാരിക്കുന്നതാണ്. അത് കെജ്രിവാളിന് അദ്ദേഹത്തിന്റെ മഹത്വത്തെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേതൃത്വ പാടവത്തെ വീണ്ടും മുന്നോട്ട് നയിക്കാനുള്ള ഊർജമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഇനിയുള്ള പ്രദേശങ്ങൾ മുഴുവൻ വന്ന് പ്രസംഗിക്കുകയും ആ പ്രസംഗങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുകയും പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ മോദിക്കടക്കം അത് പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവും നമുക്ക് പറയാനില്ല. മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ, മറ്റു വെടിവെപ്പുകളൊന്നും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ, മറ്റ് ബോംബ് സ്ഫോടനങ്ങളൊന്നും രാജ്യത്ത് ഞാൻ ഈ ഒരു സംഗതി ഉണ്ടാക്കുന്നതുവരെ, ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതുവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ നാട് മാറിപ്പോകുവാനും സാധ്യതയുണ്ട്. ബൈ.